മലബന്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ലൈഫിൽ ആരും ഉണ്ടാവില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മലബന്ധം ഉണ്ടാവാം? ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. മലബന്ധം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മലബന്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ലൈഫിൽ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതികളൊക്കെ നോക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൂടെ കടന്നു വന്നിട്ടുണ്ടാവും. ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അല്ലാത്തത് കൊണ്ട് എന്ന് വെച്ചാൽ വെറുതെ ഒരു ലക്ഷണം മാത്രം ആയതുകൊണ്ടാണ് പലരും ഇതിനെ അത്ര സീരിയസ് അല്ലാതെ വിടുന്നത്. ഇപ്പം ഇത് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അത് ഭക്ഷണത്തിൻ്റെ ഇത് ശരിയാവും എന്ന് വിചാരിക്കാം. പക്ഷെ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് സില്ലിയായിട്ട് വിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മലബന്ധം ഉണ്ടാവാം? മലബന്ധം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? മലബന്ധം കുറയ്ക്കാനായിട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം? അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. മലബന്ധമുള്ള ആൾക്കാർ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നാരുകളുള്ള ഭക്ഷണം കഴിക്കണം, കൂടുതൽ ഫൈബർ കഴിച്ചാലേ ഉള്ളൂ മലബന്ധം ശരിയാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരും അത് കേട്ടിട്ട് അത്തരത്തിലുള്ള ഫുഡുകൾ കഴിച്ചിട്ട് നമ്മളടുത്ത് വന്ന് പറയും എനിക്ക് നാരുകളുള്ള ഫുഡ് കഴിച്ചിട്ടോ ഒന്നും ഓക്കെ ആവുന്നില്ല, ശരിയാവുന്നില്ല എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ നാരുകളുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിരിക്കും കഴിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ നാരുകളെ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ പ്രവർത്തനം ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി കുടിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ കുറേ നാരുകളുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം പല ആൾക്കാർ ഈ പറയുന്ന പോലെ ദാഹം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ബിസി ലൈഫ് ആയതുകൊണ്ടോ വെള്ളം കുടിക്കാൻ മറക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ഒരു ഫുഡ് മാത്രം ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഈ ഒരു ഫൈബർ സോല്യൂബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ കുടിക്കണം. അപ്പം അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. നിങ്ങൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ ഫൈബറിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൂടെ അല്ലെങ്കിൽ വെള്ളം കൂടെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അതേപോലെ തന്നെയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ കുറവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ച്, നാരങ്ങ, അങ്ങനത്തെ നെല്ലിക്ക, അങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ പോലെ ഫൈബേഴ്സ് ഉണ്ടെങ്കിലും ഈ ഇതിലുള്ള വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഈ നമ്മുടെ മലബന്ധത്തിന് തടയാനായിട്ട് സഹായിക്കും. കാരണം ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കുടലിലേക്ക് കുറച്ചും കൂടെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള ഫുഡ്സ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് മേ ബി അറിയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് തന്നെ പറയുന്നത്. ഇനി മലബന്ധമുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണുന്നുണ്ടാവുക നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മലം പോകാൻ ഒരു കട്ടിയോ അല്ലെങ്കിൽ ഒരു മടി തോന്നുക, എപ്പോഴും ഈ ടൈറ്റായിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് മലം പോവാതെ വിടുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ചില ആൾക്കാർ കാണിക്കാറുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ മലത്തിൻ്റെ കളറിലുള്ള വ്യത്യാസം, ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ഡ്രൈ ആയിട്ടോ ഒരു ഹാർഡായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാർക്ക് കളറിലൊക്കെ മലം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളവർക്ക് ചില എരിച്ചില് അല്ലെങ്കിൽ പുകച്ചില്, ചൊറിച്ചില് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേറെ പല അസുഖങ്ങളും വരാം, അതും കൂടെ അതിൽ പറയാം. ഇനി എന്തൊക്കെ വേറെ അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് മലബന്ധം ഉള്ളത് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് പറയുന്ന ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർ, തൈറോയിഡ് ഹോർമോണൽ വ്യതിയാനങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് പറയുന്നത് തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് മലബന്ധം ഉണ്ടാക്കാനും ഒരു കാരണമാവാറുണ്ട്. പിന്നെന്ന് പറയുന്നത് പ്രമേഹമുള്ള ആളുകളിലാണ്. കുറേ കാലമായിട്ട് നിയന്ത്രിക്കാതെയുള്ള പ്രമേഹമുള്ള ആളുകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇനി വേറൊന്ന് നോക്കുകയാണെങ്കിൽ കാൽഷ്യം കൂടുതലായിട്ട് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെൽവിക്കിൽ ഈ മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള പേശികൾ അയയാനും അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ടാവും. അത് ചിലപ്പോൾ മലബന്ധം ഉണ്ടാക്കാനുള്ള ഒരു കാരണമുണ്ട്. ഇനി വേറെ നോക്കുകയാണെങ്കിൽ മൈൻഡ് ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രെസ്, ആൻസൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഈ ദഹന പ്രശ്നത്തിനെയും അതേപോലെ വയറിന്റെ പ്രശ്നങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന പോലെ അത്തരം ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ദഹന പ്രശ്നങ്ങളും മലബന്ധത്തിന്റെ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വേറെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, അതിൽ നോക്കുകയാണെങ്കിൽ
ഈ പറഞ്ഞ പോലെ പാർക്കിൻസോണിസം, അതേപോലെ എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർ, പാരലിസിസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല, തലച്ചോറിലേക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പേശികൾ വികസിക്കാതിരിക്കുകയും മലബന്ധം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ പെൽവിക് ഫ്ലോറിലുള്ള മസിലുകൾ, അതായത് മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിലുകൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ വരിക, അത് കൂടുതലായിട്ടും കാണുന്നത് ഈ പ്രസവശേഷം ഉണ്ടാവുന്ന എന്തെങ്കിലും ആഘാതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രായമാവുന്നവർക്കോ ആണ് കാണാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളവരിലും ചില ആളുകളിൽ മലബന്ധം ഉണ്ടാവാറുണ്ട്, എല്ലാവർക്കും എന്നല്ല, അതൊരു കാരണമായിട്ട് നമുക്ക് പറയാം. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ മെയിനായിട്ടും ഈ വയറിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന അസുഖങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IBS ഉള്ളവർക്ക് കൂടുതലും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ പോയി ബാത്റൂം പോവുക എന്നുള്ളൊരു പ്രശ്നമാണ് കാണാറുള്ളത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഡയറിയും കോൺസ്റ്റിപ്പേഷനും മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുള്ളത്. ഇറിറ്റബിൾ ബവൽ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല ഈ കുടലിലെ ചലനം ഉണ്ടാവുക. പിന്നെ അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളുള്ള ആൾക്കാർക്ക്, അതിപ്പോൾ ക്യാൻസറസ് തന്നെ ആയിക്കൊള്ളുന്നില്ല, എന്തെങ്കിലും ടൈപ്പ് മുഴകൾ കുടലിലുണ്ട് എന്നുണ്ടെങ്കിൽ അതേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ദഹനത്തിനൊക്കെ ബാധിക്കാനായിട്ടും മലബന്ധം ഉണ്ടാക്കാനും ഒരു കാരണമാവാം. പിന്നെ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുടൽ ചുരുക്കം എന്ന് പറയും, കുടൽ ചുരുങ്ങി പോകുന്ന അവസ്ഥയുള്ളവർക്കോ അല്ലെങ്കിൽ കുടൽ വീക്കം പോലുള്ള അവസ്ഥയുള്ളവർക്കോ ഈ പ്രശ്നം ഉണ്ടാവാം. അതേപോലെ നോക്കുകയാണെങ്കിൽ പൈൽസ്, ഫിഷർ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മലം പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന അസഹനീയമായ വേദന അല്ലെങ്കിൽ എരിച്ചിലോ കാരണം പോവാനായിട്ട് മടിക്കുക. ഇനിയിപ്പോൾ എനിക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ സഹിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പോകാനായിട്ട് മടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മലബന്ധം ഉണ്ടാവാം. പിന്നെ പൈൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്റേണൽ ആയിട്ടാണ്, ഉള്ളിലാണ് പൈൽസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മലം പോകുന്ന സമയത്ത് ഒരു തടച്ചിൽ പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും തടയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. മലബന്ധം ഉള്ളവർക്ക് ഇത് വരാം, ഇതുള്ളവർക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ കിടക്കുന്നത്. ഇനി അതല്ലാതെ വേറൊരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് മരുന്നുകൾ വാങ്ങി കഴിക്കുന്നത് എന്ന് വെച്ചാൽ മലം കട്ടിയാണ് പറഞ്ഞിട്ട് നമ്മൾ ലാക്സേറ്റീവ്സ് പോലത്തെ മെഡിസിൻസ് നമ്മൾ തന്നെ പോയി വാങ്ങി കഴിക്കുന്ന സമയത്ത് നമ്മളൊരു കൺട്രോൾ ഇല്ലാതെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഇത് കഴിച്ചാലേ ഉള്ളൂ കറക്റ്റായിട്ട് വയറ്റിന്ന് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ കഴിക്കുന്ന ഈ ഒരു മരുന്ന് പിന്നീട് നമുക്കൊരു റിയാക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുടലിൻ്റെ മൂവ്മെൻറ്റിനെ അത് ബാധിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മളത് നിർത്തുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത സമയത്തോ നമുക്ക് ആ മലബന്ധം തിരിച്ചു വന്ന പോലെ തോന്നും. ചിലവർക്ക് ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ, എനിക്ക് ഈ മരുന്ന് കഴിച്ചാലേ എനിക്ക് വയറ്റുന്നു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരണ്ട. അപ്പോൾ അവർക്കതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അത് ആ മരുന്ന് എനിക്ക് വേണം എന്ന ഒരു മൈൻഡ് ലെവലും കൂടെ അവരെ അഫക്റ്റ് ചെയ്യുന്ന പോലെയായി. എനിക്കിത് കഴിച്ചാലേ പോകുള്ളൂ എന്നുള്ളൊരു സംഭവം മൈൻഡിൽ സ്റ്റോർ ചെയ്ത പോലെ ആവാണ് ചില ആൾക്കാർക്ക്. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ചാൽ മൈൻഡാണ് അവിടെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ആ ഒരു തോട്ട് വരികയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്താലേ അല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇത് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്നുള്ള ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മരുന്നുകൾ വാങ്ങി കഴിക്കാതിരിക്കുക, നമ്മൾ തന്നെ വാങ്ങി കഴിക്കാതിരിക്കുക, ഡോക്ടറെ കാണിക്കുക, ഡോക്ടറോട് കാര്യങ്ങൾ പറയുക, അതിനനുസരിച്ച് അവരെന്ത് മരുന്ന് തരുന്നോ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതും പറയുന്ന സമയത്ത് മാത്രം, എത്ര ദിവസം കഴിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്ര കാലം കഴിക്കണം എന്ന് പറയുന്നോ അത്ര മാത്രം കഴിക്കുക. അല്ലാതെ ഉള്ളപ്പോൾ കഴിക്കുന്ന ഒരു പ്രവണത നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഫുഡുകൾ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും മൈദയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടും പ്രശ്നം ഉണ്ടാക്കാറ് ഈ മലബന്ധം ഉണ്ടാക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഈ മൈദ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു നാരും ഇല്ലാത്തൊരു സംഭവമാണല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ പറയുന്ന പോലെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒരു ഫുഡ് ഐറ്റം ആണ് അത്. അപ്പോൾ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും പൊറോട്ട ആണെന്നുണ്ടെങ്കിലും മൈദ ഐറ്റംസ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എന്ത് പ്രോസസ്സർ ഫുഡോ അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചതോ വറുത്തതോ അങ്ങനത്തെ എന്ത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും മലബന്ധം ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചപ്പോൾ മാത്രം വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് കുറച്ച് അത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ ഇറച്ചിയോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള മീറ്റുകൾ കഴിക്കുന്ന സമയത്ത് മലബന്ധം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരത് ദഹിക്കുന്ന രീതിയിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ കുടിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഇപ്പോൾ 3 ദിവസം കഴിയുമ്പോഴേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എത്ര പോയി ബാത്റൂമിൽ ഇരുന്നിട്ടും മുക്കിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കൊടുത്തിട്ടും പോകുന്നില്ല, അങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നത് ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുക, കുറേ നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മലബന്ധവും പൈൽസും അല്ലെങ്കിൽ ഫിഷറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് മലബന്ധം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ രാവിലെ ബാത്റൂം പോകുന്നതിന് മുമ്പ്
ചൂടുവെള്ളം കുടിച്ചിട്ട് അതിനുശേഷം പോകാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ലാക്സേറ്റീവായിട്ട് പ്രവർത്തിക്കും. പിന്നെ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റിൽ സിറ്റിംഗ് സ്റ്റൈൽ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മറ്റേ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ അത്ര അയവ് നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു സ്റ്റൂള് കിട്ടും. നമുക്ക് ഈ ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്റ്റൂള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മേലെ കാല് കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ആംഗിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സ്പൂൺ നെയ്യ് ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ലാക്സേറ്റീവ് പോലെ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഭക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പച്ചക്കറികൾ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഈ വെണ്ടയ്ക്ക, അതേപോലെ കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനത്തെ നല്ല വെള്ളമുള്ള ഫുഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഫുഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മലത്തിൻ്റെ ഡ്രൈനസ് ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചായ, കാപ്പി അതൊക്കെ അധികമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയും. അത് പിന്നെ ഡ്രൈ ആയിട്ട് മലം പോകാനായിട്ട് ഒക്കെ ഒരു കാരണമാവും. പിന്നെ ഒന്ന് പറയാറുള്ളത്, നമ്മളൊരു 10 ഉണക്കമുന്തിരിയൊക്കെ രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ രാവിലെ വെള്ളത്തോട് തന്നെ കഴിക്കുന്നത്. അതേപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു സംഭവമാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം ഒരു കഷ്ണം പപ്പായ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ദഹനം മെച്ചപ്പെടുത്താനും കഴിയും. അതുപോലെ ബാക്കിയുള്ള ഏത് പഴങ്ങളാണെന്നുണ്ടെങ്കിലും, നമ്മൾ അത്തിപ്പഴമാണെന്നുണ്ടെങ്കിലും നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ പേരയ്ക്കാണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഒക്കെ ഇതേപോലെ നല്ല രീതിയിൽ ഫൈബർ കിട്ടുന്ന ടൈപ്പ് പഴങ്ങളാണ്. അത്തരം ഫ്രൂട്ട്സ് നമ്മൾ ഒരു ഡെയിലി ബേസിസിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതലല്ല ഒരു ലിമിറ്റിൽ, ഇപ്പോൾ പറഞ്ഞ പോലെ 1 പീസോ 2 പീസോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നാരുകൾ കിട്ടാനൊക്കെ സഹായിക്കും. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് പോലുള്ള പച്ചക്കറികൾ, അതേപോലെ ഇലക്കറികൾ അതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ രാത്രിയിൽ ഒരു പീസ് കടിച്ച് ചവച്ച് കഴിക്കുന്നത് നല്ല രീതിയിൽ നാര് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക ജ്യൂസ്, ഇത് പറഞ്ഞ പോലെ നെല്ലിക്കയിൽ നല്ലോണം വൈറ്റമിൻ സിയും നാരുകളും ഉള്ളതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെയാണ് ആലോവേര ജ്യൂസ്, കറ്റാർവാഴ ജ്യൂസ്. അതിൻ്റെ ആ ഒരു ജെല്ല് പോലത്തെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മലബന്ധത്തിന് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തു എന്നിട്ടും എനിക്കൊരു മാറ്റമില്ല എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഓരോ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഡോക്ടറായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിവിടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്ക് അതേപോലെ മലബന്ധത്തിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും അതേപോലെ തന്നെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.